തീർച്ചയായും ഇപ്പോൾ വാഹനം പുറത്തേക്ക് എടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഏതാണ്ട് ഒരാഴ്ച മുമ്പ് അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തി. അതിനുശേഷം രോഗം ഗുരുതരമായി മാറി. അതിനുശേഷം ഇന്നലെ മരണം സംഭവിച്ചു. തുടർന്ന് ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര, അന്തിമയാത്ര, കോട്ടയത്തേക്കുള്ള യാത്ര, എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി, ആദരാഞ്ജലികൾ ഏറ്റുവാങ്ങി കൊച്ചി നഗരം അദ്ദേഹത്തിന് വിട നൽകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന KSRTC വാഹനത്തിൽ പുഷ്പാലങ്കൃതമായ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ചിത്രം പതിപ്പിച്ച മാണി സാറിന് ആദരാഞ്ജലികൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വാഹനത്തിലാണ് ഈ ഭൗതിക ശരീരം കോട്ടയത്തേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നത്. വലിയ ജനാവലി തന്നെ ഇവിടെ തടിച്ചുകൂടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകർ, അണികൾ, മുന്നണി നേതാക്കൾ, പാർട്ടി നേതാക്കൾ തുടങ്ങിയവരെല്ലാം ഇവിടെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരിക്കുന്നു. പി ജോസഫ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, അദ്ദേഹത്തിൻ്റെ മകനും MP-യുമായ ജോസ് കെ മാണി അടക്കമുള്ളവർ വാഹനത്തിൽ ഉള്ളിലുണ്ട്. വാഹനം വഴിയിലുടനീളം പൊതുജനങ്ങളുടെ, ആരാധകരുടെ, അണികളുടെ, നേതാക്കളുടെയൊക്കെ അന്തിമോപചാരങ്ങൾ ഏറ്റുവാങ്ങിയാണ് കോട്ടയത്തേക്ക് യാത്ര പുറപ്പെടുക. നേരത്തെ പറഞ്ഞനുസരിച്ച് പൂത്തോട്ട, തൃപ്പൂണിത്തുറ, വൈക്കം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ സ്ഥലങ്ങളിലൊന്നും കാര്യങ്ങൾ നിൽക്കുമെന്ന് നമുക്ക് കരുതാനാവില്ല. കാരണം മധ്യ തിരുവിതാംകൂറിലെ കേരളത്തിലെ തന്നെ ഏറ്റവും സ്വാധീന മേഖലകൾ KM മാണിക്ക് ഉള്ള ഇടങ്ങളാണ് ഒരുപക്ഷെ കൊച്ചിയിൽ നിന്നും കോട്ടയത്തേക്കുള്ള ആ മധ്യയുള്ള സ്ഥലങ്ങൾ. അവിടെ സ്വാഭാവികമായും കൂടുതൽ ആളുകൾ തടിച്ചുകൂടി തങ്ങളുടെ ഇഷ്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ ആവശ്യപ്പെട്ടേക്കാം. അങ്ങനെയെങ്കിൽ അത്തരം ആവശ്യപ്പെടുന്ന ഇടങ്ങളിലെല്ലാം അദ്ദേഹത്തിനെ കാണാൻ ഉള്ള അവസരം ജനങ്ങൾക്ക് നൽകും എന്ന സൂചനകൾ തന്നെയാണ് നേരത്തെ പാർട്ടി നേതാക്കൾ നൽകിയത്. അതുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ കൂടുതൽ സമയമെടുത്താവും ഒരുപക്ഷെ അദ്ദേഹത്തെ കോട്ടയത്തേക്ക് കൊണ്ടുപോവുക. നേരത്തെ 9:00 ലേക്ക് ഷോർ ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പുറത്തേക്ക് എടുക്കും എന്നാണ്, വിലാപയാത്ര ആരംഭിക്കും എന്നാണ് അറിയിച്ചിരുന്നെങ്കിലും ഈ സമയക്രമം ഒന്നും പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 1 മണിക്കൂറിനടുത്ത് ആണ് നേരത്തെ പറഞ്ഞിരുന്ന സമയക്രമത്തിൽ നിന്നും 1 മണിക്കൂർ വൈകി മാത്രമാണ് ഭൗതിക ശരീരം പുറത്തേക്കെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പ്രഖ്യാപിച്ചിരിക്കുന്ന പരിപാടികൾ, നേരത്തെ അറിയിച്ചിരിക്കുന്ന സമയക്രമങ്ങളിലൊക്കെ വലിയ മാറ്റം തന്നെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നാളെ ഉച്ചതിരിഞ്ഞാണ് മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സമയക്രമത്തിലെ മാറ്റങ്ങൾ ഒന്നും നേരിട്ട് ബാധിക്കില്ല എന്നാണ് പ്രവർത്തകർ പറയുന്നത്. കാരണം എപ്പോഴും പ്രവർത്തകർക്കിടയിലായിരുന്നു കേരള കോൺഗ്രസ് നേതാവായിരുന്ന KM-മാണിയുടെ ജീവിതം. കൃത്യമായൊരു ചിട്ടവട്ടകളോ അല്ലെങ്കിൽ കേഡർ പാർട്ടി സ്വഭാവത്തിലുള്ള ഒരു പ്രവർത്തന രീതിയോ ആയിരുന്നില്ല കേരള കോൺഗ്രസിനുള്ളത്. എല്ലാം മാണി സാറിൽ നിക്ഷിപ്തമാകുന്ന, എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന അന്തിമ തീരുമാനം മുഴുവൻ മാണി സാറിൽ നിക്ഷിപ്തമായ ഒരു പാർട്ടിയായിരുന്നു കേരള കോൺഗ്രസ്. അത് സീറ്റ് ചർച്ചയായാലും മുന്നണി മാറ്റ ചർച്ചയായാലുമെല്ലാം പലതരത്തിലുള്ള പാർട്ടി ഘടകങ്ങൾ ചേർന്നാലും പാർട്ടി ഘടകങ്ങളെല്ലാം ചേർന്ന് അവസാനം ഒറ്റ തീരുമാനത്തിലേക്ക് എത്തുക. പലപ്പോഴും തീരുമാനമെടുക്കാൻ മാണി സാറിനെ ചുമതലപ്പെടുത്തുന്നു. നമ്മൾ അടക്കം പങ്കെടുത്ത പല യോഗങ്ങൾ കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ, ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന സമയങ്ങൾ. ഈ സമയങ്ങളിലെല്ലാം ഒരുപക്ഷെ തീരുമാനമെടുക്കുന്നതിനായി പല പാർട്ടി ഘടകങ്ങളും ചേർന്നാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്തിമ തീരുമാനമെടുക്കാൻ മാണി സാറിനെ ചുമതലപ്പെടുത്തുക, പിന്നീട് ഉചിതമായൊരു തീരുമാനം, രാഷ്ട്രീയ എതിരാളികളെ പോലും മുട്ടുകുത്തിക്കുന്ന, അല്ലെങ്കിൽ ഏവർക്കും, രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക്, രാഷ്ട്രീയ നിരീക്ഷകർക്കെല്ലാം ഞെട്ടലുണ്ടാക്കുന്ന പല തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും എടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇതിൽ പല തീരുമാനങ്ങളും പൂർണ്ണ വിജയത്തിലെത്തിയ ഒരു ചരിത്രമാണ് കേരള കോൺഗ്രസിനുള്ളത്. അല്ലെങ്കിൽ വലിയ തലയെടുപ്പുള്ള നേതാക്കൾ ഒക്കെ ഒപ്പമുണ്ടായിരുന്നതാണ് കേരള കോൺഗ്രസിനൊപ്പം. എന്നാൽ ഈ നേതാക്കളൊക്കെ പല ഘട്ടത്തിൽ വിട്ടുപിരിഞ്ഞ് പോയിട്ട് പോലും ഒട്ടും പിന്നോക്കം പോകാതെ ഒരു പ്രാദേശിക കക്ഷിയെ നിറയെ MLA-മാരും MP-യും ഒക്കെയുള്ള ഒരു പാർട്ടിയായി നിലനിർത്തുന്നതിൽ KM-മാണി എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ്റെ, രാഷ്ട്രീയ ചാണക്യൻ്റെ കഴിവുകൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് KM-മാണിയുടെ വിലാപയാത്രയും അന്തിമയാത്രയും ഒക്കെ വ്യത്യസ്തമായി മാറുന്നത്. കാരണം ഇതെല്ലാം ജനങ്ങൾ ഏറ്റെടുത്താവും കാര്യങ്ങൾ നടത്തുക, ജനങ്ങളുടെ ഒരു തീരുമാനത്തിന് അനുസൃതമായാവുക ആ തീരുമാനങ്ങൾ പോവുക. കാരണം തീരുമാനമെടുക്കാൻ ഇത്തവണ മാണി സാറില്ല. മാണി സാർ ഉണ്ടെങ്കിൽ മാണി സാർ തന്നെയാണ് ഇത്തരത്തിൽ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളിലേക്കും തീരുമാനമെടുക്കുക. നമുക്കറിയാം, മരണമുള്ള വീടുകളിലാണെങ്കിലും കല്യാണം നടക്കുന്ന വീടുകളിലാണെങ്കിലും ഒക്കെ
എത്തുന്ന ഒരു കേരള കോൺഗ്രസ് ശൈലി, ജനപ്രതിനിധികൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു കേരള കോൺഗ്രസ് ശൈലി വാർത്തെടുത്തത് അതിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താവ് ഒരുപക്ഷെ കെ മാണിയാണ്. അദ്ദേഹം ഒരു മരണവീട്ടിൽ പോയാൽ മരണവീട്ടിലെ ആളുകളോടൊപ്പം ഇടപഴകുകയും അവരോടൊപ്പം വേണമെങ്കിൽ വിതുമ്പുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവാണ്. ഇതിനെപ്പറ്റി പല വിമർശനങ്ങൾ, പല ആക്ഷേപങ്ങളൊക്കെ ഉയർന്നപ്പോഴും അദ്ദേഹം ഇതൊന്നും കൂസാക്കാറില്ല. കാരണം ആളുകളുടെ സങ്കടം കണ്ടാൽ, ആളുകളുടെ ദുഃഖം കണ്ടാൽ തനിക്ക് അതിനൊപ്പം ചേരാതിരിക്കാൻ കഴിയില്ല. താൻ പെട്ടെന്ന് തന്നെ അവരുടെ ആ വികാരത്തോടൊപ്പം ലയിച്ചു ചേരുകയാണ് പതിവെന്ന് പല അഭിമുഖങ്ങളിലും കെ മാണി വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അത്തരം ഭാവങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ ബജറ്റ് അവതരിപ്പിച്ചാലും പാലയ്ക്ക് വേണ്ടിയുള്ള വികസന പരിപാടികൾ ചെയ്താലും ഒക്കെ മുന്നോട്ട് നീങ്ങുന്നത്. നമുക്കറിയാം, മരണ ആസന്നനായി കിടക്കുമ്പോഴും കഴിഞ്ഞ മാസമൊക്കെ ചില വാർത്താക്കുറിപ്പുകളൊക്കെ അദ്ദേഹത്തിന് ആരോഗ്യം ക്ഷയിച്ച സാഹചര്യത്തിലുമൊക്കെ അദ്ദേഹം പുറത്തിറക്കിയിരുന്നു. അവിടെയും പറഞ്ഞിരുന്നത് കാരുണ്യ ഫണ്ടിനെ വെട്ടിക്കുറയ്ക്കരുത്, കാരുണ്യ ചികിത്സാ പദ്ധതി നിർത്തലാക്കരുത്, കാരുണ്യ ലോട്ടറിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിർത്തലാക്കരുത്. ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസ്റ്റീജായ, അല്ലെങ്കിൽ അദ്ദേഹം എക്കാലത്തും ഉയർത്തിക്കാട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു കാരുണ്യ ചികിത്സാ ഫണ്ട്. ഇതിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതിൻ്റെ ഗുണഗണങ്ങൾ കിട്ടിയെന്ന് അദ്ദേഹം എപ്പോഴും ആത്മവിശ്വാസത്തോടു കൂടി, അഭിമാനത്തോടു കൂടി പറയാറുണ്ട്. ഒപ്പം കർഷക മേഖലയുമായി ബന്ധപ്പെട്ട കർഷക പ്രശ്നങ്ങൾ, ഇടുക്കിയിൽ അടക്കം പട്ടയ പ്രശ്നങ്ങൾ, റബ്ബർ കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിലെല്ലാം മാണിയുടെ സക്രിയവും സചേതനവുമായ പല ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട്. പ്രശ്നസങ്കീർണമായ പല മുന്നണി യോഗങ്ങൾ, ഒപ്പം ചർച്ചകൾ എന്നിവയൊക്കെ കഴിഞ്ഞ് വലിയ പ്രഖ്യാപനങ്ങൾ കെ മാണിയിൽ നിന്നും ഒരുപക്ഷെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ കാത്തിരിക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം പുറത്തു വന്ന് പറയുന്നത് ഈ പട്ടയ പ്രശ്നങ്ങളിൽ ഉടൻ നടപടി വേണം, റബ്ബറിൻ്റെ വില തകർച്ച തടയുന്നതിനുള്ള നടപടികൾ വേണം എന്നൊക്കെയുള്ള രീതിയിൽ ഏത് തരത്തിലും മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന പ്രധാന പ്രശ്നത്തിൽ നിന്നും മാറ്റി തൻ്റേതായ അജണ്ടയിലേക്ക് മാധ്യമങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്ന അതീവ ബുദ്ധിമാനായ രാഷ്ട്രതന്ത്രങ്ങൾ മികച്ച രീതിയിൽ അറിയാവുന്ന ഒരു രാഷ്ട്രീയക്കാരനെയാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. പാലയ്ക്ക് ഒരിക്കലും മടുക്കാത്ത ഒരു നേതാവാണ്. പാലയിൽ നിന്നും ഒരിക്കൽ പോലും പരാജയത്തിൻ്റെ കയ്പുനീർ കുടിക്കാൻ വിധി അദ്ദേഹത്തെ അനുവദിക്കാത്ത ഒരു നേതാവാണ്. പലപ്പോഴും പല വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്ര വർഷത്തിലധികമായി ഒരേ സ്ഥലത്തെ പ്രതിനിധീകരിക്കുന്നു, അല്ലെങ്കിൽ ഇത്ര അധികം നാൾ ഒരേ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ സ്വാർത്ഥതയല്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്: എനിക്ക് പാലയ്ക്ക് എന്നെയും വേണം, പാലയ്ക്ക് എന്നെ വേണ്ടാത്ത കാലം ഞാൻ ആ സ്ഥാനത്ത് ഒഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് പാലയെ വേണ്ടതായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ മാത്രമാണ് പാലയെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത്. അദ്ദേഹം തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആദ്യ ഭാര്യ കുട്ടിയമ്മയാണെങ്കിൽ രണ്ടാമത്തെ ഭാര്യ പാലയാണെന്ന്. അത്രയ്ക്കധികം ഒരു ജനപ്രതിനിധി പാലയെ സ്നേഹിച്ചിരുന്നു, തൻ്റെ നിയോജകമണ്ഡലത്തെ സ്നേഹിച്ചിരുന്നു. നമ്മൾ നേരത്തെ ആശുപത്രിയിൽ നിന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ വന്നിരുന്നു. കാലം മുതൽ കെ മാണിയെ വളരെ ചിരപരിചിതയായ ഒരു സ്ത്രീയാണ്. അവർക്ക് നാളെ പാലായിൽ പോയി കെ മാണിയെ കാണാൻ കഴിയാത്തതുകൊണ്ട് എറണാകുളത്തിൻ്റെ ഏതോ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും രാവിലെ വാഹനം പിടിച്ച് ഈ ലേക്ക് ഷോർ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുകയാണ് അവർ ചെയ്തത്. അത്തരത്തിൽ ഒപ്പം പ്രവർത്തിച്ചവർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിൻ്റെ ഏതെങ്കിലും സമയത്ത് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നവർ, അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ അനുഭവിക്കാത്തവർ പാലായിൽ വിരളമാണെന്ന് പറയും. ഒരു ചെറിയ ഭൂപ്രദേശത്തെ ഒരു ജനപ്രതി എങ്ങനെ സ്വന്തം കരവലയത്തിലൊതുക്കി എല്ലാ വികസന പ്രവർത്തനങ്ങളും പാലയ്ക്ക് വേണ്ടി കൊണ്ടുപോവുക, ഒരു പുതിയ KSRTC ബസ് വന്നാൽ അതിലേറ്റവും മികച്ച ബസ് പാലായി കൊണ്ടുപോവുക, റവന്യൂ ടവർ ആണെങ്കിലും മറ്റു റോഡുകളാണെങ്കിലും മീനച്ചിലാറിന് കുറുകെയുള്ള നിരവധി പാലങ്ങൾ എല്ലാം അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉത്തമ ദൃഷ്ടാന്തമാണ്. അദ്ദേഹം എത്രമാത്രം പാലാക്കാരെ സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ വാഹനം നമുക്ക് കാണാം. തോമസ് ഉണ്ണിയാടൻ അടക്കമുള്ള ആളുകൾ വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ അന്തിമ യാത്രയിൽ, കൊച്ചിയിൽ നിന്നും കോട്ടയത്തേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം കൂടുന്ന ദൃശ്യങ്ങൾ, അദ്ദേഹത്തിനെ അനുഗമിക്കുന്ന ദൃശ്യങ്ങൾ ആ വാഹനം ഇപ്പോൾ ലേക്ക് ഷോർ ആശുപത്രിയുടെ മുൻവശത്തു നിന്നും പുറപ്പെട്ടിരിക്കുന്നു. മാടവന ഭാഗത്ത് എത്തിയിരിക്കുന്നു. മെല്ലെ ഇരുവശത്തും തടിച്ചുകൂടിയിരിക്കുന്ന ആളുകൾ കെ മാണിയുടെ ഭൗതിക ശരീരം ഒരുപക്ഷെ അവസാനം ഒന്ന് കാണുന്നതിനുള്ള ഒരു ശ്രമത്തിനായി അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഈ യാത്ര വളരുന്ന മുറയ്ക്ക്, ഈ യാത്രയുടെ നീളം വർദ്ധിക്കുന്നതനുസരിച്ച് ആരാധക വൃന്ദത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ആളുകൾ